നമസ്കാരം. ഇലക്ട്രിക് വാഹനങ്ങൾ അരങ്ങുവാഴുന്നിടത്തേക്ക് പ്രകൃതി സൗഹൃദ ഇന്ധനമായ ഗ്രീൻ ഹൈഡ്രജൻ ഉപയോഗിക്കുന്ന വാഹനങ്ങളും കൂടെ എത്തുകയാണ്. അതിനു മുന്നോടിയായി ഈ വാഹനങ്ങളുടെ പരീക്ഷണ ഓട്ടത്തിനായി കേന്ദ്ര സർക്കാർ തിരഞ്ഞെടുത്ത 10 റൂട്ടുകളിൽ 2 കേരളത്തിലാണ്. തിരുവനന്തപുരം കൊച്ചി എടപ്പാൾ റൂട്ടുകളാണ് അതിനായി തിരഞ്ഞെടുത്തിട്ടുള്ളത്. ദേശീയ ഹരിത ഹൈഡ്രജൻ മിഷന്റെ ഭാഗമായി അനേർട്ട് സമർപ്പിച്ച പദ്ധതി നിർദ്ദേശത്തിനാണ് കേന്ദ്ര പുനരുപയോഗ ഊർജ്ജ മന്ത്രാലയം അംഗീകാരം നൽകിയത്. ഹരിത ഹൈഡ്രജൻ ഉപയോഗിച്ചോടുന്ന 2 ഫ്യൂവൽ സെൽ ട്രക്കുകളും 2 IC ട്രക്കുകളും ഈ റൂട്ടുകളിൽ ഓടിക്കും. 2 വർഷത്തിനുള്ളിൽ ആകെ 60,000 കിലോമീറ്റർ പരീക്ഷണാടിസ്ഥാനത്തിൽ ഓടിക്കണം. KSRTCക്ക് വേണ്ട സ്പെയർ പാർട്സുകൾ, ടയറുകൾ തുടങ്ങിയ വിവിധ ഡിപ്പോകളിൽ എത്തിക്കാൻ കൂടിയായിരിക്കും ഈ ട്രക്കുകൾ ഓടിക്കുക. 2 ഹൈഡ്രജൻ റീഫില്ലിംഗ് സ്റ്റേഷനുകൾ തിരുവനന്തപുരത്തും കൊച്ചിയിലും ആരംഭിക്കും. ഇതിൽ കൊച്ചിയിലേതിൻ്റേത് നിർമ്മാണം ആരംഭിച്ചിട്ടുണ്ട്. അശോക് ലെയ്ലാൻഡ് ഏതാനും മാസങ്ങൾക്കകം ട്രക്കുകൾ ലഭ്യമാക്കും. ഭാരത് പെട്രോളിയമാണ് റീഫില്ലിംഗ് സ്റ്റേഷനുകൾ തുടങ്ങുന്നത്. 6 മാസത്തിനകം പൈലറ്റ് ആരംഭിക്കുമെന്നാണ് പുറത്തുവരുന്ന വിവരം. 40 കോടി രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത്. ഇതിൽ 34.85 കോടി രൂപ കേന്ദ്രത്തിന്റെ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിംഗ് വഴിയാണ്. ആദ്യ 2 വർഷം ഗ്രീൻ ഹൈഡ്രജൻ ഇന്ധനത്തിന്റെ ചെലവ് അനേർട്ട് വഹിക്കും. നിലവിൽ ചില കമ്പനികൾ ഹൈഡ്രജൻ വാഹനങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിലും നിരത്തിൽ കാര്യമായി ഓടിത്തുടങ്ങിയിട്ടില്ല. ഇവയുടെ പ്രായോഗികതയാണ് പൈലറ്റ് പദ്ധതിയിൽ പ്രധാനമായും പരിശോധിക്കുക. രാജ്യമാകെ 10 റൂട്ടുകളിലായി 37 ഗ്രീൻ ഹൈഡ്രജൻ വാഹനങ്ങളാണ് പൈലറ്റ് പദ്ധതിയിൽ പങ്കെടുക്കുക. ഇതിൽ 15 ഫ്യൂവൽ സെൽ അടിസ്ഥാനമാക്കിയതും 22 ഇന്റേണൽ കമ്പഷൻ അധിഷ്ഠിതവുമായിരിക്കും. ആകെ 208 കോടി രൂപയാണ് കേന്ദ്രം ഈ പദ്ധതികൾക്ക് സഹായകമായി നൽകുന്നത്. കാർബൺ അംശം അടങ്ങാത്തതിനാൽ മലിനീകരണം ഉണ്ടാക്കാത്ത പ്രധാന ഇന്ധന സ്രോതസ്സുകളിലൊന്നായാണ് ഹൈഡ്രജനെ കണക്കാക്കുന്നത്. ഹൈഡ്രജൻ ക്ലീൻ ആണെങ്കിലും അത് വേർതിരിക്കുന്ന നിലവിലെ പ്രക്രിയ വൻതോതിൽ കാർബൺ പുറന്തള്ളുന്നതാണ്. ഇത് പരിഹരിക്കാനാണ് ഗ്രീൻ ഹൈഡ്രജൻ. സോളർ, കാറ്റ് അടക്കമുള്ള പുനരുപയോഗ ഊർജ്ജ സ്രോതസ്സുകളിൽ നിന്നുള്ള വൈദ്യുതി ഉപയോഗിച്ച് ഇലക്ട്രോളിസിസ് എന്ന പ്രക്രിയ കൊണ്ട് വെള്ളത്തിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്നതാണ് ഗ്രീൻ ഹൈഡ്രജൻ. 9 ഹൈഡ്രജൻ റീഫില്ലിംഗ് സ്റ്റേഷനുകളും പദ്ധതിയുടെ ഭാഗമായി വരും. നാഷണൽ ഗ്രീൻ ഹൈഡ്രജൻ മിഷന്റേതാണ് പദ്ധതി നടപ്പാക്കുന്നത്. കേന്ദ്ര പാരമ്പര്യേതര ഊർജ്ജ മന്ത്രാലയത്തിന്റെ പദ്ധതി പൂർത്തിയാക്കും. 15 ഹൈഡ്രജൻ ഫ്യൂവൽ സെൽ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന വാഹനങ്ങളും 22 ഇന്റേണൽ കമ്പഷൻ അടിസ്ഥാനമാക്കിയുള്ളതുമാണ്. ഗ്രേറ്റ് നോയിഡ, ഡൽഹി, ആഗ്ര, ഭുവനേശ്വർ, കൊണാർക്ക്, പുരി, അഹമ്മദാബാദ്, വഡോദര, സൂറത്ത്, സാഹിബാബാദ്, ഫരീസാബാദ്, ഡൽഹി, പൂനെ, മുംബൈ, ജംഷഡ്പൂർ, കലിംഗ നഗർ, തിരുവനന്തപുരം, കൊച്ചി ഇടപ്പള്ളി, ജാംനഗർ, അഹമ്മദാബാദ്, NH-16, വിശാഖപട്ടണം, ബയ്യവാരം എന്നിവയാണ് തിരഞ്ഞെടുത്തിരിക്കുന്ന റൂട്ടുകൾ. ടാറ്റ മോട്ടോഴ്സ്, റിലയൻസ് ഇൻഡസ്ട്രീസ്, NTPC, അശോക് ലെയ്ലാൻഡ്, HPCL, BPCL, IOCL, അനേർട്ട് തുടങ്ങിയ കമ്പനികൾക്കാണ് നടത്തിപ്പ് ചുമതല. അടുത്ത 18-28 മാസത്തിനുള്ളിൽ പൂർത്തിയാകുമെന്ന് പ്രതീക്ഷിക്കുന്ന ഈ പദ്ധതിക്കായി കേന്ദ്ര സർക്കാർ 208 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. ശുദ്ധമായ ഊർജം പ്രോത്സാഹിപ്പിക്കുക, ഫോസിൽ ഇന്ധനങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുക, ഹൈഡ്രജൻ സാങ്കേതിക വിദ്യയിൽ ഇന്ത്യക്ക് മികച്ച സ്ഥാനം കണ്ടെത്തുക എന്നീ ലക്ഷ്യങ്ങളുമായി 2023 ജനുവരി 4 ദേശീയ ഹരിത ഹൈഡ്രജൻ മിഷൻ ആരംഭിക്കുന്നത്.